മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസീസും ഇൻട്രൊഡക്ഷൻ ടു ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷനിൽ നമുക്ക് ബീംസ് ആണ് പഠിക്കാനുള്ളത്. സിമ്പിൾ പ്രോബ്ലംസ് വിത്ത് വൺ റിഡൻഡൻറ്റ്, ഒരു റിഡൻഡൻസി ഉള്ളതും പിന്നെ 2 റിഡൻഡൻ്റ് ഇല്ലസ്ട്രേഷനും. സോ വിൽ സി അപ് ടു ഹിയർ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും പിന്നെ കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ മെത്തേഡും. സോ വോട്ട് ഡു യു മീൻ ബൈ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിനെ നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റിയാൽ we are calling that structures as statically determinate structures. അതായത് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0, സിഗ്മ എം ഈക്വൽ ടു 0 വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറിനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചറിനെ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്നും പറയും. ഓക്കെ, സോ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ the number by which the unknown force exceeds the available equilibrium equations is referred to as degree of static indeterminacy. So degree of static indeterminacy is equal to number of unknowns minus number of independent static equilibrium equations. പിന്നെ ഡിഗ്രീസ് ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി അതിനെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നും പറയും. എന്ന് പറഞ്ഞാൽ ആസ് ദി നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ലേഷൻസ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓർ റൊട്ടേഷൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ എ സ്ട്രക്ചർ. അതായത് ഏതൊക്കെ രീതിയിൽ അതിനെ റൊട്ടേറ്റ് ചെയ്യാം, അത്രയും ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്ലേഷൻസ് ഏതൊക്കെയാണോ ഉള്ളത്, റൊട്ടേഷൻസ് ഉള്ളത്, അത് ഒരു സ്ട്രക്ചറിലുള്ളത്, അതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നും പറയും. ഇഫ് എ ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഇത് ഏതൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്? ഇതിന് വെർട്ടിക്കലി മൂവ് ചെയ്യാൻ പറ്റില്ല, ഹൊറിസോണ്ടലി മൂവ് ചെയ്യാൻ പറ്റില്ല, റൊട്ടേറ്റും ചെയ്യാൻ പറ്റില്ല. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? അതിൻ്റെ 0 ആണ്. u is equal to 0, v is equal to 0, theta is equal to 0. x displacement u, y displacement y, തീറ്റ റൊട്ടേഷൻ, ഇത് മൂന്നും 0 ആണ്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറയുന്നത് 0 ആണ്. ഇനി സിംപ്ലി സപ്പോർട്ടഡ് ഓർ ഹിഞ്ച് സപ്പോർട്ട് ആണെങ്കിൽ എന്താണുള്ളത്? ഇതിന് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ? വെർട്ടിക്കലി u 0 ആണ്, v 0 ആണ്, പക്ഷേ തീറ്റ 0 അല്ല, തീറ്റ റൊട്ടേറ്റ് ചെയ്യാം. സോ 1 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി. റോളർ സപ്പോർട്ട് ആണെങ്കിലോ അതിന് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാം, പിന്നെ റൊട്ടേറ്റും ചെയ്യാം. സോ അതിൻ്റെ യുവും തീറ്റയും 0 അല്ല. സോ നമ്പർ 2 ആണ് ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി ഓർ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്താണ്? ഈ ഫിക്സഡ് ബീമിൻ്റെ തന്നെ കൈനമാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയോ നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അവൈലബിൾ. സോ ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 ആണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്ര ഉണ്ട്? 3 ഉണ്ട്. സോ 3 മൈനസ് 3 0. സോ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയും ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയും ഫിക്സഡ് സപ്പോർട്ടിന് 0 ആണ്. ഇനി അടുത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ എത്ര റിയാക്ഷൻസ് ഉണ്ട്? ഹിഞ്ച്ഡ് ആണ്, 2 റിയാക്ഷൻ. ഇവിടെയും ഹിഞ്ച്ഡ് ആണ്, 2 റിയാക്ഷൻ. സോ 2 + 2 4. നമ്പർ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3. സോ 4 - 3 1. സോ ഹിഞ്ച് സപ്പോർട്ടിന് 1 ആണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയും. ഓക്കെ, ഇനി അടുത്തത് ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് റോളറും ആണെങ്കിൽ ഫിക്സ്ഡ് ആകുമ്പോൾ 3 റിയാക്ഷൻസ്, റോളർ ആകുമ്പോൾ 1 റിയാക്ഷൻ. സോ 3 + 1 4. ടോട്ടൽ നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3. സോ 4 - 3 1. ഇനി അടുത്തത് ഒരെൻഡ് ഫിക്സ്ഡും ഒരെൻഡ് ഹിഞ്ച്ഡും. സോ ഇവിടെ 3 റിയാക്ഷൻ, ഇവിടെ 2 റിയാക്ഷൻ. സോ 3 + 2 5. 5 - 3 2. ഇനി രണ്ടും ഫിക്സ്ഡ് ആണെങ്കിൽ 3 + 3 6. 6 - 3 3. ഇനി ഇവിടെ ഇത് ശ്രദ്ധിക്കൂ, ഇവിടെ 2 എൻഡും ഹിഞ്ച്ഡ് ആണ്, ഇവിടെ നടുക്കും ഒരു ഹിഞ്ച് ഉണ്ട്. സോ ടോട്ടൽ റിയാക്ഷൻസ് 1 + 1 + 1 + 1 ദാറ്റ് ഈസ് 4. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3, പക്ഷേ ഇവിടെ ഒരു ഹിഞ്ച് ഉള്ളതുകൊണ്ട് അവിടെ നമുക്കൊരു ജോയിൻറ്റ് ഇക്വിലിബ്രിയം കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് 3 + 1. സോ 4 - 4 0. അടുത്തതാവുമ്പോഴോ ഈ ഒരു ബ്രാക്കറ്റഡ് ജംഗ്ഷൻസ് ആണെങ്കിൽ
ഇവിടെ ഹിഞ്ച്ഡ് ആണ്, സോ 2 റിയാക്ഷൻ. ഇവിടെ ഫിക്സിറ്റി ആണ്, 3 റിയാക്ഷൻ. സോ ടോട്ടൽ റിയാക്ഷൻസ് ഇസ് 5. ടോട്ടൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഇസ് 3 പ്ലസ് 2 ഹിഞ്ച് ഉണ്ട്. സോ 3 + 2 5. സോ 5 - 5 0. So this is how you find out the degree of static indeterminacy. So question varam, degree, what is the difference between degree of static and kinematic indeterminacy എന്ന് ചോദിക്കാം. അങ്ങനെ ബെസ്റ്റ് എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു ബീം തന്നിട്ട് അതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയും കൈനമാറ്റിക് ഇൻഡിറ്റർമിനസിയും കണ്ടുപിടിക്കാൻ ചോദിക്കാം. So use these to find out that. Okay, you can expect that question for 3 marks. Now we'll see what is force and displacement method. So force method is also known as compatibility method, and displacement method is also known as equilibrium method. So ഇതിൻ്റെ നോട്ട്സ് പഠിക്കുക, ഡിഫറൻസ് ചോദിക്കാറുണ്ട്, എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫോഴ്സ് മെത്തേഡും ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡും. ഫോഴ്സ് മെത്തേഡിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷനും സ്ട്രെയിൻ എനർജി മെത്തേഡുമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷനും മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷനും അടുത്ത മോഡ്യൂളിൽ പഠിക്കും, 3rd മോഡ്യൂളിൽ പഠിക്കും. സോ ആദ്യം നമുക്ക് ഫോഴ്സ് മെത്തേഡിലെ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ നോക്കാം. ഓക്കെ, ഇതിൻ്റെ ചിലപ്പോൾ സ്റ്റെപ്സ് ക്വസ്റ്റനിൽ പ്രോബ്ലത്തിൽ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. പ്ലീസ് റീഡ് ദി സ്റ്റെപ്സ്. ഓക്കെ, നൗ വിൽ സീ എ പ്രോബ്ലം. Draw the free body diagram of the beam of structure and find the degree of static indeterminacy using the formula. So അത് അതിൻ്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, you can read out these steps. Now we'll see a problem, that is determine all the reaction components and draw the shear force diagram and bending moment diagram for the propped cantilever. So ഈ ഒരു കാൻറ്റിലീവർ തന്നിട്ടുണ്ട്, നമ്മൾ അതിന് ഒരു പി ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ദ സെൻറ്റർ ലോഡ് L/2 ഡിസ്റ്റൻസിൽ. സോ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോപ്ഡ് കാൻറ്റിലീവർ ആണ്. അതായത് ഫ്രീ എൻഡ് ഫ്രീ അല്ല, അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതിനാണ് പ്രോപ്ഡ് കാൻറ്റിലീവർ എന്ന് പറയുന്നത്. ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡിൽ ഒരു സപ്പോർട്ടും കൊടുക്കുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കാം. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. സോ അപ്പോൾ ഇവിടെ എത്ര റിയാക്ഷൻ ഉണ്ട്? 3 റിയാക്ഷൻ ഉണ്ട്. ഇവിടെ എത്ര റിയാക്ഷൻ ഉണ്ട്? 1 റിയാക്ഷൻ ഉണ്ട്. സോ ടോട്ടൽ 4 മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3, സോ 1. സോ ഇത് 1 റിഡൻഡൻസി ഉള്ള പ്രോബ്ലമാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഏതെങ്കിലും റിയാക്ഷനെ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ പോയിൻ്റ് എടുത്താൽ നമ്മളിതിൽ ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ബി പോയിൻ്റ് എടുക്കുക. സോ നമ്മൾ ആ റിയാക്ഷനെ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുന്നു. റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കും. സോ ഡെൽറ്റ ബി കണ്ടുപിടിക്കുക. ഓക്കെ, ഡെൽറ്റ ബി ബൈ മൊമെൻറ്റേരിയ മെത്തേഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മൊമെൻറ്റേരിയ മെത്തേഡാണ് എളുപ്പം, പോയിൻറ്റിലൂടെ ഉള്ളൂ. സോ M/EI ഡയഗ്രാം വരയ്ക്കുക. സോ ഇവിടെ റിഡൻഡൻറ്റിനെ റിമൂവ് ചെയ്യുക. സോ ഈ RB ഇല്ല. സോ അപ്പോൾ ഇവിടെ ഏതാ ലോഡുള്ള? ഈ ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. സോ ആ പോയിൻറ്റിലെ മൊമെൻറ്റ് 0 ആയിരിക്കും. ഈ പോയിൻറ്റിൽ എന്താ മൊമെൻറ്റ്? P × L/2. സോ നമ്മൾ M/EI ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. സോ ഈ പോയിൻറ്റിൽ PL/2EI ആയിരിക്കും ഇവിടെയുള്ള മൊമെൻറ്റ്. സോ ദിസ് ഈസ് ദി M/EI ഡയഗ്രാം. അത് ആക്ട് ചെയ്യുന്നത് 2/3 × L/2ലായിരിക്കും. ഓക്കെ, സോ ഡെൽറ്റ ബി എന്ന് പറയുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ദി മൊമെൻറ്റേരിയ ഡയഗ്രാം, M/EI ഡയഗ്രാമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയ ഇൻറ്റു മൊമെൻറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ റിഡൻഡൻസി എവിടെയാണോ കണ്ടുപിടിച്ചത് അവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം എടുക്കേണ്ടത്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? 1/2 × L/2 ഇൻറ്റു PL/2EI ഇൻറ്റു ഡിസ്റ്റൻസ് ഏതാണ്? 2/3 L/2 പ്ലസ് L/2. ഓക്കെ, സോ PL²/8EI ഇൻറ്റു 5L/6 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 5PL³/48EI എന്ന് വരും. സോ ദാറ്റ് ഈസ് യുവർ ഡെൽറ്റ ബി ലോഡ് വെച്ചിട്ടുള്ളത്. സോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡെൽറ്റ BB വേണം, ദാറ്റ് ഈസ് സ്മോൾ BB. ഡെൽറ്റ BB എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റിഡൻഡൻസി എവിടെയാണോ നമ്മൾ റിമൂവ് ചെയ്തത് അവിടെ നമ്മളൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു 1 kN ലോഡ് ഇവിടെ താഴേക്ക് അപ്ലൈ ചെയ്തു.
അപ്പോൾ എന്ത് വരും? അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഈ പോയിന്റിൽ 0, ഈ പോയിന്റിൽ 1 ഇൻറ്റു എൽ വരും. സോ 1 ഇൻറ്റു എൽ ബൈ ഇ ആയി. വീണ്ടും അവിടുത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു എൽ ബൈ ഇ ആയി ഇൻറ്റു 2/3 എൽ. ഓക്കെ, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. സോ മൈനസ് എൽ ക്യൂബ് ബൈ 3 ഇ ആയി എന്ന് കിട്ടും. ഇനി റിയാക്ഷൻ ആർ ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബി ബി, ദാറ്റ് ഈസ് മൈനസ് 5 പി എൽ ക്യൂബ് ബൈ 48 ഇ ഐ ഡിവൈഡഡ് ബൈ എൽ ക്യൂബ് ബൈ 3 ഇ ഐ. അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടണോ അതാണ് നിങ്ങളുടെ ആർ ബി റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ആർ ബി യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5 പി ബൈ 16 എന്ന് കിട്ടും. പിന്നെ ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു പി, സിഗ്മ എഫ് ഐ ഈസ് ഈക്വൽ ടു 0. ആ ഇക്വേഷൻ ഉപയോഗിക്കും. അതിൽ നിന്ന് ആർ എ കണ്ടുപിടിക്കാം. സോ നമുക്ക് ആർ ബി കിട്ടി, ആർ എ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. കൂട്ടത്തിൽ നമുക്ക് മൊമെൻറ്റും കണ്ടുപിടിക്കണം. സോ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് സിഗ്മ എം എ. സോ ആർ എ കിട്ടി, ആർ പി കിട്ടി. ഇവിടെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് 0 ആയിരിക്കും. പക്ഷേ ഈ മൊമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ എം അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കും. സിഗ്മ എം അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 എടുത്താൽ എന്താ വരിക? ആർ ബി ഇൻറ്റു എൽ മൈനസ് പി ഇൻറ്റു എൽ ബൈ 2, പിന്നെ ഈ മൊമെൻറ്റും പ്ലസ് എം എ ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എം എ കണ്ടുപിടിക്കുക. 3 പി എൽ ബൈ 16 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഹോഗിങ്. ഓക്കെ, ക്യാൻഡിലീവർ ആണ്. സോ ഹോഗിങ് മൊമെൻ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ ആർ പി നമുക്ക് 5/16 പി എന്നുണ്ട്. സോ നമ്മൾ ഇതെല്ലാം ഇവിടെ മാർക്ക് ചെയ്യും. ക്വസ്റ്റ്യൻ വരയ്ക്കുക, ആർ എ മാർക്ക് ചെയ്യുക, ആർ ബി മാർക്ക് ചെയ്യുക, ഈ മൊമെൻറ്റും മാർക്ക് ചെയ്യുക. ഇറ്റ് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ആർ എ വരയ്ക്കുക. ഇവിടം വരെ ചേഞ്ച് ഒന്നുമില്ല. ആർ എ മൈനസ് പി ഇവിടം വരെ വരും. പിന്നെ ഇവിടം വരെ ചേഞ്ച് ഒന്നുമില്ല. പ്ലസ് 5 പി ബൈ 16. ഇവിടെ എത്തുമ്പോൾ 0 കിട്ടണം. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ആർ ബി എന്താണോ അത് കിട്ടിയിരിക്കണം. പിന്നെ അടുത്തത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ വരുന്നത് നെഗറ്റീവാണ്. സോ മൈനസ് 3 പി എൽ ബൈ 16 ഇങ്ങോട്ട് പോകും. പിന്നെ ഇവിടുത്തെ മൊമെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ആർ എ ഇൻറ്റു എൽ ബൈ 2. ഇവിടുത്തെ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആർ എ ഇൻറ്റു എൽ ബൈ 2 ആയിരിക്കും. സോ ആർ എ ഇൻറ്റു എൽ ബൈ 2, 5 പി ബൈ 16 ഇൻറ്റു എൽ ബൈ 2, 5 പി എൽ ബൈ 32 എന്ന് കിട്ടും. ബിയിൽ 0 ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സോ അതുകൊണ്ട് 0 ആയിരിക്കും. ഇതാണ് പി എം ഡി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കുക. സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ആൻസേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്രോ ദി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വരുന്നത് എന്താണ്? റിഡൻഡൻസി കഴിഞ്ഞിട്ട് ഒരു ലോഡാണ് അപ്ലൈ ചെയ്തേക്കണേ. പോയിൻ്റ് ലോഡ് അപ്ലൈ ചെയ്തേക്കുന്നു. സോ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ എസ് കണ്ടുപിടിക്കുക. 4 - 3 1. സോ ആർ ബിനെ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആർ ബിനെ റിഡൻഡൻ്റ് ആയിട്ട് എടുക്കുക. ഇവിടെ റിയാക്ഷൻ ഇല്ല. ബാക്കി ഇത് അപ്ലൈ ചെയ്യുക. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. പി എൽ ബൈ എ ഇ വരയ്ക്കുക. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് 15 ഇൻറ്റു 5 ബൈ ഇ ഐ, ദാറ്റ് ഈസ് 75 ബൈ ഇ ഐ വരും. മൈനസ് വാല്യൂ. സോ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റ ബി കണ്ടുപിടിക്കുക. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ എടുക്കണം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. സോ ഇതിൻ്റെ ഏരിയ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു റെക്റ്റാങ്കിൾ വൈസും ഈ ട്രയാങ്കിളും കൂടി ഡിവൈഡ് ചെയ്യുക. കാരണം ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമുക്കൊരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരില്ല. സോ മൈനസ് ഹാഫ് ഇൻറ്റു 60 ബൈ ഇ ഐ ഇൻറ്റു 4. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? 15 ഇൻറ്റു 1 ആണ് ഇവിടുത്തെ മൊമെൻറ്റ് വരുന്നത്. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ. ഇത് 2 ഡിസ്റ്റൻസ് അല്ലേ. സോ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. സോ ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 1 ആണ്. സോ അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് 15 ഇൻറ്റു 5 വരുന്നത്. സോ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രപ്പിസോയിഡൽ പോലെ എടുക്കാം, ട്രപ്പീസിയം പോലെ എടുക്കാം. അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏരിയ എടുക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക,
ആർ ബി എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ ഈ 2 ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഇത് മാത്രം എടുത്താൽ മതി, പ്ലസ് ഈ ഡിസ്റ്റൻസ് കൂട്ടണ്ട. സോ ഇതിൻ്റെ എന്ന് പറയുന്നത് L/2 ആയിരിക്കും, 4/2 ആയിരിക്കും ഡിസ്റ്റൻസ് എടുക്കുക. ഈ ട്രയാങ്കിളിന് എടുക്കുമ്പോൾ 2/3 ഇൻറ്റു 4 ആയിരിക്കും എടുക്കേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ട് ഡെൽറ്റ ബി കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ പോയിന്റിൽ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യുക. പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ MI ഡയഗ്രാം വരയ്ക്കുക, ഡെൽറ്റ കണ്ടുപിടിക്കുക. ആർ ബി എന്ന് പറയുന്നത് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ബി ബി ഡിവൈഡ് ചെയ്യുക, കണ്ടുപിടിക്കുക. ആർ എ എന്ന് പറയുന്നത് ടോട്ടൽ ലോഡിൽ നിന്ന് മൈനസ് ചെയ്യുക. പിന്നെ സിഗ്മ MA = 0 വെച്ചിട്ട് MAയും കണ്ടുപിടിക്കുക. പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, സെയിം ആസ് ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഈ ലോഡ് നടുക്കായിരുന്നു, ഇത് ലോഡ് അപ്പുറത്തേക്ക് വന്നു. അപ്പോൾ രണ്ടായിട്ട് അവിടെ പോയിൻ്റ് ഉള്ള രീതിയിലും കൺസിഡർ ചെയ്യണം. ആ രീതിയിൽ വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പാണ്. 15 കിലോ ന്യൂട്ടന് പകരം 20 കിലോ ന്യൂട്ടൺ ആണ്. തന്നെ ചെയ്ത് നോക്കുക, ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UDL ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്യാൻഡിലീവർ ബീം തന്നെയാണ്, പ്രോപ്ഡ് ക്യാൻഡിലീവർ തന്നെയാണ്, പക്ഷേ പുറത്തേക്ക് ലോഡുണ്ട്. സോ UDL ആണ് കൊടുക്കുന്നത്. സോ റിയാക്ഷൻസ് RA RB MA ഒക്കെ വരയ്ക്കുക. സോ NS എന്ന് പറയുന്നത് എപ്പോഴും 4 - 3N ആയിരിക്കും. വേറെ റിയാക്ഷൻസ് ഒന്നും സെപ്പറേറ്റ് ഇല്ല, ലോഡ് മാത്രമേ മാറിയിട്ടുള്ളൂ. സോ 1 ആണ്. സോ RB നമ്മൾ റിഡൻഡൻ്റ് ആയിട്ട് എടുത്തു. ഇനി UDL വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ 15 ഇൻറ്റു 2 ഇൻറ്റു 2/2 വരും ഇവിടുത്തെ മൊമെൻറ്റ്. ഇവിടുത്തെ മൊമെൻറ്റ് 15 ഇൻറ്റു 10 ഇൻറ്റു 10/2 വരും. സോ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെയായിരിക്കും ഡയഗ്രാം വരുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് പാരബോളിക് കർവ് ആണ്. സോ ഇത് റെക്റ്റാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുക. പാരബോളയുടെ ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 1/3 ഇൻറ്റു 750/EI ഇൻറ്റു 10 ആണ് എടുക്കുന്നത്. 1/4 ഇൻറ്റു 10 ആണ് അതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, പാരബോളാസ് ആണ് വരിക. ദാറ്റ് ഇസ് ദി ഡിഫറൻസ്. സോ ഇത് നോക്കുക, ഡെൽറ്റ ബി കണ്ടുപിടിക്കുമ്പോൾ ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴും ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. ഡെൽറ്റ ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ബിയിൽ നമ്മൾ 1 കിലോ ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യണം. സോ 1 ഇൻറ്റു 8/EI. സോ 1/2 ഇൻറ്റു 8/EI ഇൻറ്റു 8 ഇൻറ്റു 2/3 ഇൻറ്റു 8. അത് വെച്ചിട്ട് ഡെൽറ്റ ബി കിട്ടും. RB ഈസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ബി. സോ ഓരോ കേർവ്സ് ആകുമ്പോൾ മാത്രം അതിൻ്റെ ഏരിയയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് RA കിട്ടും. RA കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ RB കിട്ടും. RB കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ FI = 0 വെച്ച് RA കിട്ടും. സിഗ്മ MA = 0 വെച്ചിട്ട് MA കിട്ടും. ഡ്രോ ദി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ ലോഡിങ്ങിൻ്റെ സെപ്പറേറ്റ് വരയ്ക്കുക, സപ്പോർട്ടിൻ്റെ സെപ്പറേറ്റ് വരയ്ക്കുക. ഓക്കെ, അത് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതാകുമ്പോൾ തന്നെ വലിയ പ്രശ്നം വരില്ല, എളുപ്പമായിരിക്കും. രണ്ടും കൂടി കൂട്ടി വരയ്ക്കണം എന്നില്ല. എന്നിട്ട് ഓവർലാപ്പ് ചെയ്യാത്ത പോർഷന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. സപ്പോർട്ടിൽ വരുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ലോഡിങ് വരുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് മാത്രം ശ്രദ്ധിക്കുക. അടുത്ത പ്രോബ്ലം സെയിം ടൈപ്പ് തന്നെയാണ്. ഇവിടെ സപ്പോർട്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ, സപ്പോർട്ട് കഴിഞ്ഞിട്ട് ലോഡില്ല, ഓവർഹാങ് ചെയ്യുന്നില്ല. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ഇത് വരയ്ക്കുക, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. സോ ആദ്യം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കണ്ടുപിടിക്കുക, ഡെൽറ്റ ബി കണ്ടുപിടിക്കുക. ഡെൽറ്റ ബി കണ്ടുപിടിക്കുമ്പോൾ 1/3 ആണ് എടുക്കേണ്ടത്, ഇൻറ്റു 320/EI ഇൻറ്റു 3/4 1/4 ആണ് ഡിസ്റ്റൻസ് വരിക. അത് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ റിഡൻഡൻസി മാറ്റുക, 1 കിലോ ന്യൂട്ടൺ അപ്ലൈ ചെയ്യുക, ഡെൽറ്റ ബി കണ്ടുപിടിക്കുക. അതിനുശേഷം RB എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ഇത്. സോ RA എന്ന് പറയുന്നത് സിഗ്മ FI എന്ന് RA കണ്ടുപിടിക്കുക, സിഗ്മ MA = 0 വെച്ചിട്ട് MA കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത് പൊസിഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ചോദിച്ചാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? പൊസിഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ഷിയർ ആയിട്ട് വരുന്ന പോയിൻ്റ് ആയിരിക്കും പൊസിഷൻ ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. സോ ഇവിടെ നമുക്ക് 0 ഷിയർ വരുന്നത് ഒരു എക്സ് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. സോ RA - 40 ഇൻറ്റു എക്സ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എക്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്ന് എക്സ് എടുക്കുക. സോ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് RA -
ഈ ലോഡ് 40 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. സോ എക്സ് ഇസ് ഈക്വൽ ടു 2.5 മീറ്ററിന് കിട്ടും. സോ ഈ 2.5 മീറ്ററിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ 6 ഇൻറ്റു 2.5. സോ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ 80 മൈനസ് 6 ഇൻറ്റു 2.5 പ്ലസ് 40 ഇൻറ്റു 2.5 ഇൻറ്റു 2.5/2 45 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. സോ ദാറ്റ് ഈസ് യുവർ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. ഈ കുറച്ച് ഭാഗമേ യു ഡി എൽ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രമേ യു ഡി എൽ ഉള്ളൂ. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം മാത്രമാണ് ഡിഫറൻസ് വരിക, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഇവിടം വരെ പാരബോള വരും, ബാക്കി സ്ട്രെയിറ്റ് ലൈൻ വരും. അത് മാത്രം ഡിഫറൻസ് ആയിട്ട് എടുത്ത് ചെയ്യുക. സോ ഏരിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, പ്ലീസ് ചെക്ക് ദിസ് ഏരിയ. ഈ ഏരിയ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. അതായത് ഇതിനെ റെക്റ്റാങ്കിളായിട്ടോ ട്രയാങ്കിളായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ട്രപ്പീസിയം ആയിട്ട് തന്നെ എടുത്താൽ മതി. ദിസ് ഇസ് എ ട്രപ്പീസിയം. നിങ്ങൾക്ക് ഈ രണ്ട് ഓർഡിനേറ്റ്സ് അറിയാമെങ്കിൽ ഈ ഹൈറ്റ് അറിയാം. പിന്നെ ഇത് പാരബോളയായിട്ട് എടുക്കുക, കേർവിൻ്റെ ഏരിയ ആയിട്ട് എടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇത്രയും ഇതാക്കണം എന്നില്ല, ഡിവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി ഡെൽറ്റ ബി ബി എന്ന് പറയുന്നത് കിട്ടി. ഡെൽറ്റ സ്മോൾ ബി ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ബിയിൽ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. ആർ ബി എന്ന് പറയുന്നത് ഇത് ഡിവൈഡഡ് ബൈ ഇത്. എന്നിട്ട് ആർ ബി കണ്ടുപിടിച്ചു. സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0 വെച്ചിട്ട് ആർ എ കണ്ടുപിടിച്ചു. സിഗ്മ എം എ ഇസ് ഈക്വൽ ടു 0 വെച്ചിട്ട് എം എയും കണ്ടുപിടിച്ചു. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ഉള്ള കണ്ടീഷനും കൂടി അപ്ലൈ ചെയ്യാം. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ആർ എ മൈനസ് ആർ ബി മൈനസ് 20 ഇൻറ്റു എക്സ്. ആർ ബി മൈനസ് 20 ഇൻറ്റു എക്സ്. ആർ ബി എന്നാണ് നമ്മൾ ഇവിടുന്ന് എക്സ് എടുത്തത്. സോ ആർ ബി മൈനസ് 20 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചു. എക്സ് കണ്ടുപിടിച്ചു. എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം എം എക്സ് എന്ന് പറയുന്നത് 25 ആർ ബി ഇൻറ്റു 1.28 മൈനസ് 20 ഇൻറ്റു 1.28 ഇൻറ്റു 1.28/2. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഈ മൊമെൻറ്റ് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, റൈറ്റ് സൈഡിൽ നിന്ന് എടുത്താൽ. സോ എം മാക്സ് എന്ന് പറയുന്നത് 16.4 കിട്ടും. സോ അത് വെച്ചിട്ട് രണ്ടും കൂടി വരയ്ക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രം മാക്സിമം എം ബിയും വരയ്ക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദി കേസ് ഫോർ റിഡൻഡൻസി 1 ആയിട്ടുള്ള കേസാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി അടുത്തത് റിഡൻഡൻസി 2 ആയിട്ടുള്ള കേസാണ്. ഇത് നിങ്ങൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞുതരാം. ഇല്ലസ്ട്രേഷൻ പർപ്പസേ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. സോ വിൽ സി. രണ്ട് എൻഡും ഫിക്സഡ് ആണെങ്കിൽ റിഡൻഡൻസി എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ 3. ഓക്കെ, ഇത് ബീം ആയതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലോഡ് ഇല്ലാത്ത കൊണ്ടിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കുന്നില്ല. സോ ഇവിടെ 1, 2, 3, 4 ടോട്ടൽ റിയാക്ഷൻ. ഹൊറിസോണ്ടൽ റിയാക്ഷൻ എടുക്കാത്തത് കൊണ്ടിട്ട് സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 0യും സിഗ്മ എം ഇസ് ഈക്വൽ ടു 0യേ വരുന്നുള്ളൂ. സോ 2 ഇവിടെ വരുന്നുള്ളൂ. സോ 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 ആണ് വരിക. സോ 2 റിഡൻഡൻസ് വരും. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ എം എനെയും എം ബിനെയും അങ്ങോട്ട് എടുത്ത് കളയും. എം എയും എം ബിയും റിഡൻഡൻസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യും. സോ എം എ എം ബി ഇല്ലാത്ത രീതിക്ക് ഇതെന്തായി? സിംപ്ലി സപ്പോർട്ടഡ് ബീമായി ക്യാരിയിങ് 2 പോയിൻറ്റ് ലോഡ്സ്. അതിൻ്റെ M/EI ഡയഗ്രാം വരയ്ക്കുക. സോ 2 പോയിൻറ്റ് ലോഡ്സ് ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റിഡൻഡൻസി ഉള്ള സ്ഥലത്തും 2 പോയിൻറ്റ് ലോഡ്സാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം 20 കിലോ ന്യൂട്ടൻ്റെ N/EI ഡയഗ്രാം വരച്ചു, പിന്നെ 30 കിലോ ന്യൂട്ടൻ്റെ M/EI ഡയഗ്രാം വരച്ചു. ഓക്കെ, 30 കിലോ, അതായത് 20 ഇൻറ്റു എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ ടോട്ടൽ എൽ. ഇത് ഇവിടെയും 30 ഇൻറ്റു എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ ടോട്ടൽ എൽ. എന്നിട്ട് നമ്മൾ മൂസ് തിയറം വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഡെൽറ്റ എ, ഡെൽറ്റ ബി, ഡെൽറ്റ എ നമുക്ക് കണ്ടുപിടിക്കണം. സോ തീറ്റ എ ഇസ് ഈക്വൽ ടു 0. യൂസിങ് മൂസ് തിയറം തീറ്റ എ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ മൈനസ് ഹാഫ് ഇൻറ്റു എം എ ബൈ ഇ ഐ ഇൻറ്റു 10.5 ടോട്ടൽ സ്പാൻ, മൈനസ് ഹാഫ് ഇൻറ്റു എം ബി ബൈ ഇ ഐ, ഇത് എം ബി ബൈ ഇ ഐ ആണ്, ഇൻറ്റു 10.5 പ്ലസ് ഹാഫ് ഇൻറ്റു ഈ വാല്യൂ 42.86 ബൈ ഇ ഐ
പ്ലസ് ഹാഫ് ഇൻറ്റു 42.86/EI ഇൻറ്റു 10.5 സ്പാൻ ഇതിൻ്റെ ഏരിയ പ്ലസ് ഇതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു 70/EI ഇൻറ്റു 10.5 ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ എടുത്തത് MA MB ഇല്ലാത്ത കേസിൽ നമ്മൾ M/EI ഡയഗ്രാം 20 kN 30 kN കണ്ടുപിടിച്ചു. അതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ ഏരിയ ആഡ് ചെയ്തു. അതാണ് ഇത്. ഇനി നമ്മൾ റിഡൻഡൻസി ഉള്ളത് MAയും MBയും കൊടുത്തിട്ട് നമ്മളതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാംസ് വരച്ചു. MA MB കൊടുക്കുകയെന്ന് പറഞ്ഞാൽ MA താഴേക്ക് MB മുകളിലേക്ക് MB/EI ഇങ്ങനെ വരും ഡയഗ്രാം. സോ അത് നമ്മൾ അതിൻ്റെയും ഏരിയ എടുത്തു. MA/EI എന്ന് പറയുമ്പോൾ ഈ പോർഷൻ്റെ ഏരിയ, MB/EI എന്ന് പറയുമ്പോൾ ഈ പോർഷൻ്റെ ഏരിയ. അത് രണ്ടും മൈനസ് ആയിരിക്കും. സപ്പോർട്ട് അല്ലേ, റിഡൻഡൻസി ഉള്ളതാണ്, സപ്പോർട്ട് മൊമെൻറ്റ്സ് ആണ്. സോ അത് രണ്ടും മൈനസ് ആയിരിക്കും, ഇത് രണ്ടും പ്ലസ് ആയിരിക്കും. സോ നമുക്ക് ഇക്വേഷൻ MA + MB = 112.86 എന്ന് കിട്ടി. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ഡെൽറ്റ A = 0. സ്ലോപ്പ് 0 ആണ്, അവിടുത്തെ ഡിഫ്ലക്ഷനും 0 ആണ്. ഡെൽറ്റ A = 0. അതെന്ത് ചെയ്യണം? ഇൻറ്റു ഏരിയ ഇൻറ്റു സെൻട്രോയിഡൽ ഡിസ്റ്റൻസും കൂടി ചെയ്യണം. സോ ഇൻറ്റു 10.5/3 L/3 ഓരോന്നിൻ്റെയും അങ്ങനെ എടുക്കുക. ഒരെണ്ണത്തിൻ്റെ L/3 ആണെങ്കിൽ മറ്റത് 2L/3 ആയിരിക്കും. അപ്പുറത്തത് L/3 ആണ്. 3 + 10.5/3 7 + 10.5/3 ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, ഈ കേസ് വരുമ്പോൾ അതായത് നമ്മുടെ X + L-X/3 എന്നുള്ള രീതിയിലായിരിക്കും ഇത് എടുക്കേണ്ടത്. സോ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. MA MBയിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് MAയും കിട്ടും MBയും കിട്ടും. ഓക്കെ, ഇനി സിഗ്മ MA = 0 വെച്ചാൽ RB കിട്ടും. സിഗ്മ FI = 0 വയ്ക്കുമ്പോൾ RAയും കിട്ടും. അത് വെച്ചിട്ട് ലാസ്റ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. This is a case for a beam subjected to redundancy 2 വരുന്ന കേസിൻ്റെ ബീംസിൻ്റെ കണ്ടീഷനാണ് ഈ വരുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ പ്രോബ്ലം വെറുതെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിനകത്ത് അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, എങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് മാത്രം ഒന്ന് അറിഞ്ഞ് വെക്കുക. നമ്മൾ 2 കണ്ടീഷൻസാണ് ഉപയോഗിക്കുന്നത്. വൺ ഇസ് θA = 0 ആൻഡ് ദി അതർ കേസ് ഡെൽറ്റ A = 0. എന്നിട്ട് രണ്ടും വെച്ചിട്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ 2 ഇക്വേഷനും തമ്മിൽ സോൾവ് ചെയ്യുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷേ റിഡൻഡൻസി 1 ഉള്ള പ്രോബ്ലംസ് യു വിൽ ഹാവ് ടു സ്റ്റഡി thoroughly.